ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ക്വയേഴ്സ് അഥവാ വർഗ്ഗങ്ങൾ എന്നുള്ള ചാപ്റ്റർ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാണാത്തവരത് കാണുക. 3 ക്ലാസ്സുകളായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അപ്പോൾ ട്രയാങ്കിൾ, ഓക്കെ, ട്രയാങ്കിൾ അഥവാ ത്രികോണങ്ങൾ നമ്മൾ ചെറിയ ക്ലാസ്സിലേ കേൾക്കുന്ന കാര്യമാണ് അല്ലേ. ത്രികോണം എന്താണ്, ട്രയാങ്കിളൊക്കെ വരയ്ക്കാനൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാലോ, 3 സൈഡ്സ് ഉള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലേ, അടഞ്ഞിട്ടുള്ളൊരു രൂപമാണ് എന്തെന്ന് പറയുന്നത്, ത്രികോണങ്ങൾ അഥവാ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ മിസ് ഇവിടെ ടെക്സ്റ്റിലെ പേജ് തന്നെയാണ്, നിങ്ങളിവിടെ കുറച്ച് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഓരോ പെയർ ആയിട്ടില്ല, ഓരോ ജോഡികളായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടേക്കൊന്ന് നോക്കാം, ഇവിടെ എന്തൊക്കെ ട്രയാങ്കിളാണ് തന്നത്, ഈ ട്രയാങ്കിളിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഇനി എന്തെങ്കിലും പ്രത്യേകത നമുക്ക് പുതിയതായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ട്രയാങ്കിളിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ, ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സൈഡ്സ് ഉണ്ടാവും, എന്തുണ്ടാവും, 3 ആംഗിൾസും ഉണ്ടാവും, 3 വശങ്ങളും 3 കോണുകളും ഉണ്ടാവില്ലേ. ഇവിടെ ഒരു വശം, ഇവിടെ ഒരു വശം, ഇവിടെ ഒരു വശം അല്ലേ. എല്ലാം ഈക്വൽ ആവണമെന്നൊന്നുമില്ല. നമുക്ക് പല വലുപ്പത്തിൽ എന്ത് വരയ്ക്കാൻ വേണ്ടി പറ്റും, ട്രയാങ്കിൾസ് വരയ്ക്കാൻ പറ്റും. ഇങ്ങനെ വരയ്ക്കാം അല്ലേ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ട്രയാങ്കിൾസ് വരയ്ക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്ക് ട്രയാങ്കിളിൻ്റെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, 3 സൈഡ്സും ഉണ്ടാവും അല്ലേ, 3 വശങ്ങളും ഉണ്ടാവും, 3 കോണുകൾ ഉണ്ടാവും, അതാ 3 ആംഗിൾസ്. അങ്ങനെയല്ലേ ഒരു ത്രികോണം ഉണ്ടാവുക. അത് നമുക്ക് പല വലുപ്പത്തിലും 3 വലുപ്പത്തിലും 3 ആംഗിൾസും ഒക്കെ വെച്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ത്രികോണങ്ങൾ വരയ്ക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ത്രികോണത്തിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക, ഫസ്റ്റ് ട്രയാങ്കിൾ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടല്ലോ. ഈ ട്രയാങ്കിളിൽ താഴെയുള്ള സൈഡ് എത്രയാണ്, 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. ഇവിടെ 3 സെൻറ്റിമീറ്റർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ നോക്കുക, ഈ 3 സെൻറ്റിമീറ്റർ, ഈ 2 ട്രയാങ്കിളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഒന്ന് ഇടത്തോട്ട് കുറച്ച് ചെരിഞ്ഞിട്ടാ അല്ലേ, ഒന്ന് കുറച്ച് വലത്തോട്ട് ചെരിഞ്ഞിട്ടാ. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുത്തെ സൈഡ്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന്. ഇവിടെ 3 സെൻറ്റിമീറ്ററാണ്. ഫസ്റ്റ് ഫിഗറിൽ 3 സെൻറ്റിമീറ്ററിന് നമ്മൾ വരയ്ക്കുന്ന ലെങ്ത്ത് എത്രയാ, 4 ആണ് അല്ലേ. പക്ഷേ ഇവിടെ നോക്കി, ഇവിടെ നമ്മളിങ്ങനെ 4 എന്ന് വരച്ചിട്ടുണ്ടോ? ഇല്ല, ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടുന്ന് തുടങ്ങുന്ന ലെങ്ത്ത് എത്രയാ, 6 സെൻറ്റിമീറ്റർ അല്ലേ. അതായത് നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുക അല്ലേ. കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ എടുക്കും, എന്നിട്ട് ഇവിടെ കോമ്പസിൻ്റെ എൻഡ് വെച്ചിട്ട് ഇങ്ങോട്ട് 4 സെൻറ്റിമീറ്ററിൽ ആർക്ക് വരയ്ക്കും അല്ലേ. പിന്നെ എന്ത് ചെയ്യും, ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ഈ എൻഡിൽ പോയിട്ട് 4 എന്നുള്ളത് മാറ്റിയിട്ട് 6 സെൻറ്റിമീറ്റർ എടുക്കും കോമ്പസിൽ. എന്നിട്ട് നമ്മൾ കോമ്പസ് അതിനനുസരിച്ച് എടുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് വെച്ചിട്ട് ഇത് ജോയിൻ ചെയ്യും. അങ്ങനെയല്ലേ നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ട്രയാങ്കിൾ നോക്കുമ്പോൾ നിങ്ങൾ അതിന് ചേഞ്ച് നോക്കുക. ഇവിടെ 3, ഇവിടുന്ന് ഇങ്ങോട്ട് 4, ഇത് 6 അല്ലേ. പക്ഷെ അതിന് നേരെ തിരിഞ്ഞിട്ടല്ലേ രണ്ടാമത്തെ ട്രയാങ്കിൾ, ഇത് 3 തന്നെയാണ് അല്ലേ. നമ്മൾ ഈ 4 എന്നുള്ള സൈഡ് എവിടെയാണ് വരുന്നത്, ഇവിടുന്ന് ഇങ്ങോട്ടാണ് വരുന്നത് അല്ലേ. ഈ എൻഡിൽ നിന്നാണ്, റൈറ്റ് എൻഡിൽ നിന്നാണ് വരയ്ക്കുന്നത്. ഈ 6 എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡിൽ നിന്നാണ് വരയ്ക്കുന്നത്. ആക്ച്വലി 2 ട്രയാങ്കിളിൻ്റെയും എന്ത് ഈക്വലാന്ന് പറയാം, സൈഡ്സ് ഈക്വൽ ആണെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ? നിങ്ങൾ നോക്ക്, ഇവിടെയും 3 സെൻറ്റിമീറ്റർ ഉണ്ട്, 4 സെൻറ്റിമീറ്റർ ഉണ്ട്, 6 സെൻറ്റിമീറ്റർ ഉണ്ട് ഈ ട്രയാങ്കിൾ അല്ലേ. ഈ ട്രയാങ്കിളിലെ സൈഡ്സ് ഏതാ ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക, 3 സെൻറ്റിമീറ്റർ ഉണ്ട്, 4 സെൻറ്റിമീറ്റർ ഉണ്ട്, 6 ഉണ്ട്, സെയിം അല്ലേ. അപ്പോൾ ഈ 2 ട്രയാങ്കിളിലും സൈഡ്സിൻ്റെ ആംഗിൾ അല്ല, സൈഡ്സ് കേട്ടോ, വശങ്ങളുടെ നീളങ്ങൾ സെയിം അല്ലേ, ഈക്വൽ അല്ലേ. നിങ്ങൾ നോക്ക്, ഇത് 3, 4, 6 ആണ്, റൈറ്റ് സൈഡിലുള്ളത് 3, 4, 6 ആണ്, അതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി അടുത്തത് നോക്ക്, ഇതേപോലെ തന്നെ, ഇത് 4, ഇത് 3, ഇത് 6, 4, 3, 6. അതായത് ഈ സൈഡ്സ് തന്നെയാണ് അല്ലേ, ഈ സൈഡ്സ് തന്നെയാണ് വരുന്നത്. പക്ഷേ നേരത്തെ വരച്ചതിൽ താഴെ 3 ആയിരുന്നു, ഇപ്പോൾ വരച്ചതിൽ താഴെ എത്രയാ, 4 ആണുള്ളത് അല്ലേ. താഴത്തെ ലെങ്ത്ത് നമ്മൾ മാറ്റി, ഇത് 4 ആക്കി, എന്നിട്ട് കോമ്പസിൽ 3, ഇവിടുന്ന് ഇങ്ങോട്ട് 6 എടുത്തിട്ട് നമ്മൾ ആർക്ക് വരച്ചു. ഇത് നേരെ തിരിഞ്ഞിട്ട് ഇവിടെ 6ഉം ഇവിടെ 3ഉം എടുത്തിട്ട് എന്ത് ചെയ്തു, ഇങ്ങനെയും ഒരു എന്ത് വരച്ചു, ട്രയാങ്കിൾ, ഒരു ത്രികോണം വരച്ചു. അപ്പോൾ നിങ്ങൾ നോക്ക്, താഴെ 3, ഇവിടെ 4, ഇനി ബാക്കിയുള്ള വശം ഏതാ, 6. അടുത്ത ഫിഗറിൽ നമ്മൾ താഴെ ഭാഗം അല്ലേ, ബേസിൽ എത്ര എടുത്തു, 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ വശമായിട്ട് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടുന്ന് 3ഉം ഇവിടുന്ന് 4ഉം. അടുത്ത ഫിഗറിൽ എന്ത് ചെയ്തു, ഇവിടെ 4ഉം ഇവിടെ 3ഉം ആക്കി.
അപ്പോൾ ഈ 6 ട്രയാങ്കിൾസും 6 ത്രികോണങ്ങളും നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഇതിൻ്റെ എല്ലാ സൈഡ്സും 3, 4, 6 ആണ്. ഇത് 3, 4, 6 ആണ്. ഇതും 3, 4, 6 ആണ്. ഇതെല്ലാം 3, 4, 6, 3, 4, 6 എന്നുള്ള ഒരു സൈഡ്സ് ആണ് വരുന്നത്. എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലേ? ഈ 6 ട്രയാങ്കിളിൻ്റെയും എല്ലാ സൈഡും ഈക്വൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടി പറയാം. നമ്മളൊരു ട്രയാങ്കിൾ പറയുന്ന സമയത്ത് സൈഡ്സിൻ്റെ കാര്യം മാത്രമല്ല, നമ്മൾ എന്തുകൂടി പറയണം? ആംഗിൾസിൻ്റെ കാര്യം പറയണം, അഥവാ വശങ്ങളുടെ കാര്യം കോണുകളുടെ കാര്യം പറയണം അല്ലേ? നമുക്ക് ആംഗിൾസ്, കോണുകളുടെ കാര്യം ഇവിടെ നോക്കാം. നമ്മൾ പറഞ്ഞു എല്ലാ എന്ത് ഈക്വലാണ്? സൈഡ്സും ഈക്വലാണ്. എല്ലാം 3, 4, 6 വരുന്ന രീതിയിലാണ് പറയുന്നത്. അങ്ങനെയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. ഈ എല്ലാ സൈഡും ഈക്വലായ 2 ത്രികോണങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ 2 ത്രികോണങ്ങൾ മാത്രം എടുക്കുക. ഈ 2 ത്രികോണങ്ങളിൽ സൈഡ്സ് 3, 4, 6 അല്ലേ? ഇവിടെ 3, 4, 6 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിനൊരു പ്രത്യേകത ഉണ്ടാവും. ഇതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് ആംഗിൾ, അതായത് കോണുകൾ തുല്യമായിരിക്കും. ഈ 2 ചിത്രങ്ങളിലെയും കോണുകൾ തുല്യമായിരിക്കും. നിങ്ങൾ നോക്ക്, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ഈ കോണ് പോലെ തന്നെ അല്ലേ ഇത് അല്ലേ? ഇതുപോലെ തന്നെ ഇല്ലേ ഇത്? ഇതേപോലെ അല്ലേ ഇത്? അതായത് ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്, 30, 100 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? 50 ആയിരിക്കും. അതായത് ഇത് 100, 30, 50. അതേപോലെ നമുക്ക് എന്ത് പറയാം? ഇവിടെയും വേണമെങ്കിൽ പറയാം, ഇത് 100, 30, 50 ആണെന്ന് വിചാരിക്കുക. ഈ 100, 30, 50 തന്നെയായിരിക്കും ഇവിടുത്തെ കോണുകളും. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അതായത് 2 ത്രികോണങ്ങളിലെ വശങ്ങൾ തുല്യമാണെങ്കിൽ, ഇതേപോലെ 3, 4, 6 നമുക്ക് 2 ത്രികോണങ്ങൾ ഒരേപോലെ വരയ്ക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായും അതിൻ്റെ കോണുകളും എത്രയായിരിക്കും? തുല്യമായിരിക്കും. അല്ലാതെ ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ മിസ് ഇപ്പം നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു? ഇതൊരു 30, 50, എത്ര വരും? 80, 90 അങ്ങനെ വിചാരിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 90 വരില്ല അല്ലേ? എത്ര വരും? 50, 30, 100 ആണെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലും എന്ത് തന്നെയായിരിക്കും? 50 ഉണ്ടാവും, 30 ഉണ്ടാവും, 100 ഉണ്ടാവും. നിങ്ങൾ കോണുകൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കോണുകൾ തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ 2 ത്രികോണത്തിലും ഒരേ കോണുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റ് എന്താ? ഇത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു, 2 ത്രികോണത്തിലെ വശങ്ങൾ തുല്യമാണെങ്കിൽ, 2 ത്രികോണത്തിലെ സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിലെ കോണുകളും ഈക്വൽ ആയിരിക്കും. അഥവാ എന്ത്? ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ള കോൺസെപ്റ്റാണ് പറഞ്ഞത്. ക്ലിയർ ആയോ? ഇവിടെയൊക്കെ നമുക്ക് അതേപോലെ പറയാം. ഈ ആംഗിളും ഇവിടെയുള്ള ആംഗിൾസിന് ഈക്വൽ ആയിരിക്കും. മനസ്സിലായോ? അതേപോലെ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഇവിടെയുള്ള നമ്മൾ പറയുന്ന 3 ആംഗിൾസ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ഒരേ സ്ഥലത്തായിരിക്കും എന്നല്ല കേട്ടോ, നമുക്ക് ഒരേ പ്ലേസ് എന്ന് പറയാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ എന്തായിരിക്കും? ഇവിടെ ഉള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല. അവിടെ ഉള്ള അതേ 3 സെറ്റ് ഓഫ് ആംഗിൾസ് തന്നെയായിരിക്കും മറ്റേ ട്രയാങ്കിളും ഉണ്ടാവുക. ഓക്കെ അല്ലേ? നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ബോക്സിൽ പറയുന്നുണ്ട്. ഇവിടെ നോക്ക്, മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ത്രികോണത്തിൻ്റെ, നമുക്ക് ഒരുമിച്ച് വായിച്ചു നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ, എന്താ പറഞ്ഞത്? ഒരു ത്രികോണത്തിന് 3 വശം ഉണ്ടാവുമല്ലോ, അത് മറ്റൊരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾക്ക്, അതായത് വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമാണ്. മനസ്സിലായോ? അതല്ലേ ഇപ്പം നമ്മൾ പറഞ്ഞത്. 3 വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ 3 കോണുകളും തുല്യമായിരിക്കും. അതിന് ഇംഗ്ലീഷ് ഉണ്ട്. ഇഫ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് 2 ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾസിൻ്റെ സൈഡിൻ്റെ ലെങ്ത്തുകൾ അല്ലേ, ആർ ദ സെയിം ആണെങ്കിൽ ദെൻ ദെയർ ആംഗിൾസ് ആർ ഓൾസോ ദ സെയിം. അതായത് അതിൻ്റെ കോണുകൾ അഥവാ ആംഗിൾസും സെയിം ആയിരിക്കും. പറഞ്ഞ കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? 3 സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ആ 2 ട്രയാങ്കിളും ഒരേപോലെ ഉണ്ടാവും. ജസ്റ്റ് ഷേപ്പിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വ്യത്യാസം ഉണ്ടാവുള്ളൂ പെട്ടെന്ന് കാണുമ്പോൾ. അല്ലെങ്കിൽ ആ 2 ട്രയാങ്കിളും എന്തായിരിക്കും? സെയിം ആംഗിളുമായിരിക്കും, സെയിം സൈഡ്സും ആയിരിക്കും. ഓക്കെ അല്ലേ? പറഞ്ഞ പോയിൻ്റ് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? നിങ്ങൾ നോട്ടിലേക്ക് ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. ഈ പോയിൻറ്റ്സൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഒരേ ആംഗിൾസ് ആണെങ്കിൽ ഒരേ സൈഡ്സ് ആണെങ്കിൽ ഒരേ ആംഗിൾ ആണെങ്കിലും ആണെന്നും നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ആ ആംഗിൾ എവിടെയാണ് വരിക? ആ ആംഗിളിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? നമുക്ക് ഒന്ന് തന്നാൽ മറ്റേത് കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൻ്റെ പേരെന്താ?
ട്രയാങ്കിൾ അഥവാ ത്രികോണം എ ബി സി അല്ലേ. ഇവിടെ എ ഉണ്ട്, ഇവിടെ ബി ഉണ്ട്, ഇവിടെ സി ഉണ്ട്. എ ബി സി ജസ്റ്റ് എഴുതാണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഇത് ട്രയാങ്കിൾ. ഇതേതാ ട്രയാങ്കിൾ? എ ബി സി അല്ലേ. ഇത് ട്രയാങ്കിൾ എ ബി സി. ഇത് ട്രയാങ്കിൾ ഏതാ നിങ്ങൾ കാണുന്നത്? പി ക്യു ആർ. ശരിയല്ലേ? നോക്ക്, ഇവിടെ പി ഉണ്ട്, ഇവിടെ ക്യു ഉണ്ട്, ഇവിടെ ആർ ഉണ്ട് അല്ലേ. ട്രയാങ്കിൾ പി ക്യു ആർ എന്നും പറയാം. ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൻ്റെ സൈഡ്സ് ഈക്വൽ ആണോ നോക്കാം. ഇവിടെ ഒരു 3 സെൻറ്റിമീറ്റർ ഉണ്ട്. ഈ ട്രയാങ്കിളിൽ 3 സെൻറ്റിമീറ്റർ കാണുന്നുണ്ടോ നോക്ക്. ഇവിടെയുള്ള 3 പോലെ തന്നെ ഒരു 3 ഇതാ ഇവിടെ. അപ്പോൾ ഒരു സൈഡ് ഈക്വൽ ആണേ. ഇനി നമുക്ക് നോക്കാം, ഇവിടെ ദേ കിടക്കുന്ന ഒരു 6 സെൻറ്റിമീറ്റർ. ഈ രണ്ടാമത്തെ ട്രയാങ്കിളിൽ 6 ഉണ്ടോ നോക്ക്. ഇവിടെ ഉള്ള 6 തന്നെ ഇതാ ഇവിടെയും കിടക്കുന്നു അല്ലേ. 2ലും 6 കണ്ടു, 2ലും 3ഉം കണ്ടു നമ്മൾ. ഇനി നോക്കുന്ന സമയത്ത് ഇവിടെ ഇതാ 5, അതേ 5 തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഈ 2 ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇതിലുള്ള അതേ സൈഡ്സ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഇവിടെ ഉള്ള സൈഡ്സും അല്ലേ. ഇത് എത്രയാണ് വരുന്നത്? നമുക്ക് സൈഡ്സ് എത്രയാണ് പറഞ്ഞത് നമ്മൾ? 3 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. അത് തന്നെയല്ലേ ഇവിടെയുള്ളത്. നോക്ക്, 3 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ ഈ 2 ട്രയാങ്കിളിനും പ്രത്യേകത എന്താ? ഇതിലുള്ള 3 സൈഡ്സ് ഈക്വൽ ആയ പോലെ തന്നെ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോയിന്റ് എന്താ? ഇതിലുള്ള ആംഗിൾസ് അഥവാ കോണുകളും ഈക്വൽ ആയിരിക്കും. ഇവിടെയുള്ള കോണുകൾ തന്നെയായിരിക്കും ഈ ട്രയാങ്കിളിലെ കോണുകളും ഉണ്ടാവുക. ആംഗിൾസും സെയിം ആയിരിക്കും. അത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞല്ലോ. ഏത് ആംഗിൾ ആയിരിക്കും സെയിം ആവുക, എവിടെയാണ് സെയിം ആയിട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമുക്ക് സിമ്പിളായിട്ട് പറയാം. നിങ്ങൾ നോക്ക്, മിസ് ഇവിടെ ചോദിക്കുക, ഇവിടെ നിങ്ങൾ കാണുന്നത് 3 സെൻറ്റിമീറ്റർ അല്ലേ. ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് കണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ഇതിൽ നിങ്ങൾ 3 ആംഗിൾസ് കാണുന്നുണ്ട്. ഞാൻ ഈ മാർക്ക് ചെയ്ത 3 ആംഗിൾസ് എല്ലാവരും കാണുന്നുണ്ടല്ലോ. ഈ ആംഗിൾസിൽ ഏറ്റവും ചെറിയ ആംഗിൾ ഏതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് ചിന്തിച്ച് നോക്കുക. ഏറ്റവും ചെറിയ നമ്പർ ഏതായിരിക്കും? ചെറിയ വാല്യൂ ഏതായിരിക്കും? ഇത് നോക്ക്, ഈ 3 സെൻറ്റിമീറ്റർ അല്ലേ ഇതിൽ ഏറ്റവും ചെറിയ സൈഡ്. 3, 5, 6 എന്ന് എഴുതിയാൽ ഏറ്റവും ചെറിയ സൈഡ് ഏതാ? 3 അല്ലേ. ഈ 3ൻ്റെ ഓപ്പോസിറ്റിലേക്ക് നിങ്ങൾ നോക്ക്. ഇവിടെ ഒരു ആംഗിൾ കാണുന്നില്ലേ ഈ മൂലയിൽ? 3ൻ്റെ നേരെ ഓപ്പോസിറ്റിൽ ഇവിടെ ഒരു ആംഗിൾ കാണുന്നില്ലേ? ഈ ആംഗിൾ അല്ലേ ഏറ്റവും കുഞ്ഞി ആംഗിൾ, ഏറ്റവും ചെറിയ ആംഗിൾ അല്ലേ. അപ്പോൾ ഒരു ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള കോണായിരിക്കും ഏറ്റവും ചെറുത്. എന്താ പറഞ്ഞത്? ഒരു ട്രയാങ്കിൾ, ഒരു ത്രികോണത്തിൽ ഏറ്റവും ചെറിയ വശം ഏതാണോ അതിൻ്റെ ഓപ്പോസിറ്റുള്ള കോണും ഏറ്റവും ചെറുതായിരിക്കും. അങ്ങനെയാണ് ഈ ഫിഗറിൽ ഏറ്റവും ചെറിയ കോൺ ഏതായിരിക്കും നിങ്ങൾ പറ? ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ കണ്ടോ? ഇതായിരിക്കില്ലേ ഏറ്റവും ചെറിയ ആംഗിൾ അല്ലേ. ക്ലിയർ ആണല്ലോ. അടുത്തത് ഏറ്റവും വലുത് ഏതായിരിക്കും? നിങ്ങൾ നോക്ക്, 3, 5, 6. ഇതിൽ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് 6 അല്ലേ. ഈ 6ൻ്റെ ഓപ്പോസിറ്റ് കണ്ടോ? ഈ ആംഗിൾ ആയിരിക്കും ഏറ്റവും വലുത്. ഏതായിരിക്കും? ഈ വലിയ സൈഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ ആയിരിക്കും ഏറ്റവും വലുത്. അങ്ങനെയാണ് ഇവിടെ ഏറ്റവും വലുത് ഏതായിരിക്കും? ഈ 6ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ ആയിരിക്കും ഏറ്റവും വലുത്. മനസ്സിലായില്ലേ? അതിൻ്റെ ഇടയിലുള്ളത് ആരായിരിക്കും? ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ ഇവിടെ അല്ലേ. ഇതെന്ന് പറഞ്ഞത് ഈ വലുതിൻ്റെയും ചെറുതിൻ്റെയും ഇടയിലുള്ള ഒരു സംഖ്യ ആയിരിക്കും. അതേപോലെ ഈ 5ൻ്റെ ഓപ്പോസിറ്റോ? ഇത് രണ്ടും ഇടയിലുള്ള സംഖ്യ ആയിരിക്കും. ക്ലിയർ അല്ലേ? അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു, ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ 2 ട്രയാങ്കിളിൽ 3 സൈഡുകൾ ഈക്വൽ ആണെങ്കിൽ എന്താ പറഞ്ഞത്? ഈ 2 സൈഡിലുള്ള 3 സൈഡ്സിൻ്റെ നീളങ്ങൾ തന്നെയല്ലേ ഇവിടെയുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ മാറി എന്നല്ലേ ഉള്ളൂ. ഇത് 3, 5, 6 ഇത് 3, 5, 6. അങ്ങനെയാണെങ്കിൽ അതിലെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും നമ്മൾ പറഞ്ഞല്ലോ. എവിടുത്തെ ആംഗിളാണ് ഈക്വൽ ആയിട്ട് വരിക എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. മിസ് ഇപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 3 സെൻറ്റിമീറ്റർ കണ്ടോ? ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഒന്ന് പറഞ്ഞേ. ഈ 3ൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിളിൻ്റെ പേരെന്താ? പേരെഴുതാൻ അറിയാമല്ലോ. ഇതിൻ്റെ പേരെന്താ? ആംഗിൾ സി എന്ന് എഴുതിക്കൂടെ? കോൺ സി അല്ലേ. കോൺ സിയിലെ ആംഗിൾ സി. ആംഗിളിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ സിമ്പൽ. എല്ലാവർക്കും അറിയാമല്ലോ. ആ ചിഹ്നം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. 3ൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ സി. ഇനി നിങ്ങൾ ഇവിടെ നോക്ക്. ഈ രണ്ടാമത്തെ ഫിഗറിൽ 3ൻ്റെ ഓപ്പോസിറ്റ് ആരാ? 3ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ഇതിൻ്റെ പേരെന്താ? ആംഗിൾ ക്യൂ അല്ലേ. അപ്പം നിങ്ങൾ നോക്ക്, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ആംഗിൾ സി ഏതാണോ അതേ ആംഗിൾ ആയിരിക്കും ആംഗിൾ ക്യൂ. എന്താ പറഞ്ഞത്? ഈ ആംഗിൾ സി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സാമ്പിൾ പെട്ടെന്ന് മനസ്സിലാവാൻ പറഞ്ഞുതരാം. ഇതൊരു 30 ഡിഗ്രിയാണ്. ആംഗിൾ നമ്മൾ ഡിഗ്രി അല്ലേ വരിക അല്ലേ. കോണളവ് 30 ഡിഗ്രിയാണെന്ന് വിചാരിക്കുക.
ആ 30 തന്നെയായിരിക്കും ഈ ക്യൂവും വരിക. സംഭവം ക്ലിയർ ആയോ? ഇത് 30 എന്നല്ല മിസ്സ് പറഞ്ഞത്, എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇത് 30 വിചാരിക്കുക. അങ്ങ് ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ 30 എന്നാണ് നമുക്ക് കിട്ടിയതെങ്കിൽ ഉറപ്പാണ് ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? 30 തന്നെ കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ 3ൻ്റെ ഓപ്പോസിറ്റുള്ള 2 ആംഗിളും സെയിം ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ വേണം 3 കഴിഞ്ഞ് 5 സെൻറ്റിമീറ്റർ നോക്കുക. അവിടെ 5 സെൻറ്റിമീറ്റർ നിങ്ങൾ കാണുന്നില്ലേ? 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ കോൺ ഏതാ? പേര് പറഞ്ഞ ആദ്യം. 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ? ഈ സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ഇതല്ലേ വരുന്നത്? ഈ ആംഗിളിൻ്റെ പേരെന്താ? ആംഗിൾ ബി അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ ബി ഈക്വൽ ടു, നിങ്ങൾ പറ, ആംഗിൾ ബി ഈക്വൽ ടു ഏത് ആംഗിളിനാണ് ഈക്വൽ ആയിട്ട് വരിക? പറയാൻ പറ്റുമോ? നമ്മൾ രണ്ടാമത്തെ ഫിഗർ ചെക്ക് ചെയ്യാൻ പോണേ. 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് ആംഗിൾ ബി. ഇവിടുത്തെ 5 നോക്കിക്കോ. ഇവിടുത്തെ 5 എന്ന് പറയുന്നത് ഇതല്ലേ 5. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് ഏതാ? ആംഗിൾ ഏതാ? ആംഗിൾ പി അല്ലേ? എങ്ങനെയോ ഓപ്പോസിറ്റ് നോക്കാമെന്ന് ഡൗട്ടൊന്നുമില്ലല്ലോ. ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ 2 അറ്റത്താണ് ഈ 2 കോണും അല്ലേ? അപ്പോൾ ഈ ആംഗിൾ എന്തായാലും ഓപ്പോസിറ്റ് വരില്ല. ഇതിൻ്റെ അറ്റത്തല്ലാതെ ഇതിൻ്റെ നേരെ എതിരെ വരുന്ന ഈ ആംഗിളാണ് ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ, എതിർ കോണ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ? ഈ 5 സെൻറ്റിമീറ്ററിനുള്ള ഓപ്പോസിറ്റുള്ള ഈ ആംഗിളിൻ്റെ പേരെന്താ? ആംഗിൾ പി. എഴുതിക്കൂടെ? അപ്പോൾ അതെന്ത് എഴുതാം? ആംഗിൾ പി എന്ന് എഴുതാം. അത് മിസ് നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് ഈ എക്സാമ്പിൾ വായിച്ച് കളാം കേട്ടോ. ഇത് 30 ആണെങ്കിൽ ഇത് 30 പറഞ്ഞത്. അതേപോലെ ഞാൻ ഇവിടെ പറയുന്നു, ഈ ബി എന്ന് പറയുന്ന ആംഗിൾ മേ ബി ഒരു 40 നിങ്ങൾ വിചാരിക്കുക. ഇത് 40 ആണെങ്കിൽ ഈ പി എന്ന് പറയുന്ന ആംഗിളും നിർബന്ധമായിട്ടും എന്തായിരിക്കും? 40 ഡിഗ്രി തന്നെ ആയിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. അത് രണ്ടും തുല്യമായിരിക്കും. സംഭവം ക്ലിയർ ആയോ? എക്സാമ്പിളായിട്ട് മിസ് പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമുക്കൊരു വശം കൂടി ഇവിടെ ബാക്കിയുണ്ട് അല്ലേ? 3 പറഞ്ഞു 5 പറഞ്ഞു. അടുത്ത സൈഡ് ഏതാ? 6 സെൻറ്റിമീറ്റർ. ഈ 6 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ ഏതാ? ഒന്ന് സ്വന്തം ചിന്തിച്ച് നോക്ക്. അപ്പോൾ നമ്മളിവിടെ 6 നോക്കുന്നു. ഇതാണ് 6. ഇതിൻ്റെ 2 എൻഡിലുള്ള ആംഗിളാണ് ഇത്. അപ്പോൾ ഇത് രണ്ടുമല്ല. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ എ അല്ലേ? ആംഗിൾ എ അല്ലേ? അപ്പോൾ എന്തെഴുതുന്നു? ആംഗിൾ എ. ഈ ആംഗിൾ രണ്ടാമത്തെ ട്രയാങ്കിളിലെ ഈ ത്രികോണത്തിൽ ആരായിട്ടായിരിക്കും ഈക്വൽ ആവുക? നിങ്ങൾ നോക്ക്, ആംഗിൾ എ എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ 6 സെൻറ്റിമീറ്റർ ഇതാണ്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ നോക്ക്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ 6 എന്നല്ലേ ഇതിൻ്റെ പേര്? അപ്പോൾ നമുക്ക് എന്തെഴുതാം? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ ആർ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ സിമ്പിളായിട്ടൊരു വലിയൊരു കോൺസെപ്റ്റ് ഇപ്പോൾ പഠിച്ചു. എന്താ പഠിച്ചത്? 2 ട്രയാങ്കിൾ. ഈ 2 ട്രയാങ്കിളിൻ്റെയും സൈഡ്സ് ഈക്വൽ ആവണം. അത് നമ്മൾ തോന്നിയ പോലെ പറയാൻ പറ്റില്ല. ഇത് 3, 5, 6 ആയിരുന്നു, ഇവിടെയും 3, 5, 6 തന്നെ ഉണ്ട് അല്ലേ? നിങ്ങൾ നോക്കുമ്പോൾ രണ്ടിലും ഒരേ ലെങ്ത്തുകളാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെയുള്ള അതേ വാല്യൂസ് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. പക്ഷേ ഏതൊക്കെ തമ്മിലാണ് ഈക്വൽ ആവുക? അത് പിന്നെ ഒരു ചോദ്യം വന്നില്ലേ? ഇവിടെയുള്ള ഇയാൾ ഇവിടെയുള്ള ഏത് ആംഗിളായിട്ട്, ഇതായിട്ടാണോ ഈക്വൽ എന്നുള്ളതൊരു ചോദ്യമാണ് അല്ലേ? അതിൻ്റെ ഉത്തരമാണ് നമ്മൾ പറഞ്ഞത്. ആരായിട്ടാണ് ഈക്വൽ ആവുക? ഈക്വൽ ആയിട്ടുള്ള തുല്യമായിട്ടുള്ള സൈഡ് കണ്ടോ? ഇവിടുത്തെ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളിവിടെ 3 സെൻറ്റിമീറ്റർ അല്ലേ? ഇവിടുത്തെ ആംഗിൾ സി എന്ന് പറയുന്നത് ഈ 3ൻ്റെ ഓപ്പോസിറ്റ്, ഇവിടെ ആംഗിൾ ക്യൂ എന്ന് പറയുന്നത് ഈ 3ൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? തുല്യമായിട്ടുള്ള വശങ്ങളുടെ, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5, ഇതല്ലേ തുല്യമായ വശം? ഈ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ അഥവാ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്താ പറഞ്ഞത്? 2 ട്രയാങ്കിളിൽ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതൊരു കണ്ടീഷനാണ്, അത് നിർബന്ധമാണ്. ഈ 2 ട്രയാങ്കിളിലെ 3 സൈഡ്സും തുല്യമായിട്ട് വരണം. 3 വശങ്ങളും ഈക്വൽ ആവണം. അങ്ങനെയാണെങ്കിൽ അതിലെ 3 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അവ എങ്ങനെയാണ് ഈക്വൽ ആവുന്നത്? ഈക്വൽ ആയിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ഈക്വൽ ആവുക. ക്ലിയർ ആയല്ലോ? ഈ സിയും ഈ ആറും ഈക്വൽ ആവുമെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഈ 3ൻ്റെ ഓപ്പോസിറ്റാണ് സി വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 3ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ക്യൂ മാത്രമേ ഇതിന് ഈക്വൽ ആയിട്ട് വരുള്ളൂ. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? ഈക്വൽ സൈഡിൻ്റെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള, ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിരെയുള്ള, എതിർവശം അല്ലേ? എതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതാണ് നമ്മളിവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ളൊരു, നിങ്ങൾ അവിടെ ടെക്സ്റ്റിൽ കാണാൻ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ താഴെയായിട്ട് ഇതാ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇവിടെ കാണുന്നുണ്ടല്ലോ. എന്താ പറഞ്ഞത്? ഒരുമിച്ച് വായിച്ചു നോക്കാം.
ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ, അത് കണ്ടീഷനാണ് അല്ലേ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ഇത് എത്രയാണോ അത് തന്നെ വരണം. തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. തുല്യമായ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകൾ എന്താണ്? തുല്യമാണ്. ഓപ്പോസിറ്റ് ഈക്വൽ ആയിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇഫ് ദ ലെങ്ത്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ടു ട്രയാങ്കിൾ, രണ്ട് ട്രയാങ്കിളിൻ്റെ സൈഡുകളെ ലെങ്ത്ത് ആർ ദ സെയിം, തുല്യമാണെങ്കിൽ, ഈ മൂന്നും തന്നെയാണ് അടുത്ത മൂന്നെന്ന് വെച്ചാൽ, ദെൻ ദ ആംഗിൾസ്, എവിടെയുള്ള ആംഗിൾസാണ് ഈക്വൽ ആവുക? ഓപ്പോസിറ്റ് ടു ദ സൈഡ്സ് ഓഫ് ദ ലെങ്ത് ആർ ഓൾസോ ഈക്വൽ. അതായത് ഈക്വൽ സൈഡ് ലെങ്ത് വരുന്ന അല്ലേ, ഒരു സൈഡിൻ്റെ ലെങ്ത് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സെൻറ്റൻസ് അഥവാ ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിക്കൊന്നും വേണ്ട കേട്ടോ. കാര്യം മനസ്സിലാക്കുക. എന്താ ഇവിടെ നിയമമായിട്ട് പറഞ്ഞത്? ഒരു ട്രയാങ്കിൾ, നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഒരു ട്രയാങ്കിൾ നമ്മൾ വരയ്ക്കുകയെന്ന് വിചാരിക്കുക. ഇത് 3, 7, 8 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. അതേപോലെ മിസ് 3, 7, 8 ഇങ്ങനെ വിചാരിക്കുക. വെറുതെ വരയ്ക്കാം കേട്ടോ. ഇത് 3, ഇത് 7, ഇത് 8. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 3 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 7 ഉണ്ട്, ഇവിടെ 8 ഉണ്ട്, ഇവിടെ 8 ഉണ്ട് അല്ലേ. അതായത് ഈ രണ്ട് ത്രികോണങ്ങളുടെയും വശങ്ങൾ ഈക്വൽ അല്ലേ, സൈഡ്സ് ഈക്വൽ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഈ 3 ആംഗിൾസ് ഇവിടെയുള്ള 3 ആംഗിൾസിനോട് ഈക്വൽ ആയിരിക്കും അല്ലേ. അത് നമ്മൾ ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറഞ്ഞു. ആരൊക്കെ തമ്മിലാണ് ഈക്വൽ ആവുക? നിങ്ങൾ നോക്ക്, മിസ് ഇവിടെ ആംഗിൾ മാർക്ക് ചെയ്യുക. ഈ 3ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള അല്ലേ, ഈ 3ൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിൾ കണ്ടോ? ഇത് ആരായിട്ടാണ് ഈക്വൽ ആവുക? കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞേ. ഇവിടെ മിസ് റെഡ് കൊണ്ട് മാർക്ക് ചെയ്ത് ഇയാളായിട്ടല്ലേ ഈക്വൽ ആവുക. കാരണം എന്താ? ഈ 3ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈ 3ൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളായിട്ടാണ്, തുല്യമായിട്ടുള്ള സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളായിട്ടാണ് ഈക്വൽ ആവുക. അടുത്ത നിങ്ങൾ നോക്ക്, ഈ 8ൻ്റെ ഓപ്പോസിറ്റ് നോക്ക്. ഈ 8ൻ്റെ ഓപ്പോസിറ്റ് മിസ് ബ്ലൂ കളർ കൊണ്ട് മാർക്ക് ചെയ്തു. ഈ ആംഗിൾ ഇവിടെ ഉള്ള ആരായിട്ടാണ് ഈക്വൽ ആവുക? ഇയാളായിട്ടാണോ? ഒരിക്കലും അല്ല അല്ലേ. ആരായിട്ടാണ് ഈക്വൽ ആവുക? ഈ 8 എന്ന് പറഞ്ഞ സൈഡ്, ഈ 8ൻ്റെ ഓപ്പോസിറ്റ് ആയിരുന്നു ഇത് അല്ലേ. അതേപോലെ നമുക്ക് എന്ത് പറയാം? ഈ 8 നോക്കുക, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെയല്ലേ വരുന്നത്. അപ്പോൾ നമുക്ക് ബ്ലൂ കളർ കൊണ്ട് ഏത് ആംഗിളാണ് മാർക്ക് ചെയ്യാൻ പറ്റുക? ഈ ആംഗിൾ. ക്ലിയർ അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും അല്ലേ. ഇതിപ്പോൾ ഒരു 60 ആണെങ്കിൽ ഇതും 60 ആയിരിക്കും. വാല്യൂ ഒന്നും വേണ്ട, ഈക്വൽ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോൾ പിന്നെ ആരാ ബാക്കിയുള്ളത്? പിന്നെ മിസ് എന്ത് ചെയ്യുന്നു? ഒരു പച്ച കളർ എടുക്കുന്നു. ഇവിടെ നോക്ക്, ഈ ആംഗിൾ എന്ന് പറയുന്നത് ആരോ ഓപ്പോസിറ്റാ? ഈ 7 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ നിങ്ങൾ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ 7 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിൾ ആരായിട്ടായിരിക്കും ഈക്വൽ? ഈ 7ൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ആംഗിളായിട്ടായിരിക്കും ഈക്വൽ. സംഭവം ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞത് വെച്ച് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് വശങ്ങളെ ഒന്ന് എന്തല്ല മിസ് കറക്റ്റായിട്ട് വരച്ചതൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് എക്സാമ്പിളിന് 3, 7, 8 ഇവിടെയും 3, 7, 8 പറഞ്ഞു. രണ്ടും ഈക്വൽ ആയിട്ടുള്ള സൈഡുകളാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും സെയിം ആയിരിക്കും എന്നാണ് പറഞ്ഞു. ഓപ്പോസിറ്റ് വരുന്ന കോണുകൾ തുല്യമായിരിക്കും. ഈ 3ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണോ വരുന്നത് അത് തന്നെ വരും ഈ 3ൻ്റെ ഓപ്പോസിറ്റും. ഈ 7ൻ്റെ ഓപ്പോസിറ്റ് എത്രയാണോ വരുന്നത് അത് തന്നെ വരും 7ൻ്റെ ഓപ്പോസിറ്റ്. ഈ 8ൻ്റെ ഓപ്പോസിറ്റുള്ള ആംഗിൾ തന്നെയായിരിക്കും ഈ 8ൻ്റെ ഓപ്പോസിറ്റും. അപ്പം മനസ്സിലായല്ലോ പറഞ്ഞത്? അതൊക്കെ ഓരോ വാല്യൂസ് ആയിരിക്കും കേട്ടോ, ഓരോ കോണുകളായിരിക്കും, അളവുകളായിരിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ 2 പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കറക്റ്റായിട്ട് മനസ്സിലായിരിക്കുന്നു. അടുത്ത നമുക്ക് ടെക്സ്റ്റിലെ എക്സസൈസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾ ഈ കോൺസെപ്റ്റ് ഒക്കെ കറക്റ്റ് മനസ്സിലാക്കി വെക്കുക. ഒരിക്കലും ഈ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യുന്നു വേണ്ട, കാണാപ്പാഠം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. എന്താണ് സംഗതി, എന്താണ് കോൺസെപ്റ്റ് എന്ന് ക്ലിയർ ആക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ. താങ്ക്